പ്രിയമുള്ളവരെ, നമസ്കാരം. ഇന്നത്തെ പ്രഭാത ചിന്തയിലേക്ക് ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട എഴുത്തുകാരൻ കാഞ്ചിയാർ മോഹൻ്റെ ചിന്താസരണികളിലെ ഒരേടുമായി വായനാ വഴിയിൽ കൂടെയുള്ളത് നിങ്ങളുടെ സ്വന്തം ഗീതപ്രഭയാണ്. കേരളം ഇന്ന് ഭൗതിക സാഹചര്യങ്ങളിൽ കൈവരിച്ചിരിക്കുന്ന പുരോഗതി ലോകോത്തരമാണ്. 100% സാക്ഷരതയും ഉയർന്ന ജീവിത നിലവാരവും മികച്ച ആരോഗ്യ പരിപാലന സംവിധാനങ്ങളും കൊണ്ട് നമ്മൾ വികസിത രാജ്യങ്ങളോട് കിടപിടിക്കുന്നു. എന്നാൽ ഈ സാമ്പത്തിക സാമൂഹിക മുന്നേറ്റത്തിൻ്റെ മറുവശത്ത് ഭയപ്പെടുത്തുന്ന ചില ശൂന്യതകൾ രൂപപ്പെടുന്നുണ്ട്. അതിൽ ഏറ്റവും വേദനാജനകമായത് നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മൂല്യച്യുതിയാണ്. പണവും പദവിയും തേടിയുള്ള മലയാളി പ്രവാസം ഇന്ന് നമ്മുടെ നാട്ടിൻപുറങ്ങളിലെ വീടുകളെ വൃദ്ധസദനങ്ങൾക്ക് തുല്യമായ ഏകാന്തതകളിലേക്ക് തള്ളിവിടുകയാണ്. ഒരു കാലത്ത് സ്നേഹവും സഹിഷ്ണുതയും പങ്കുവയ്ക്കലുമായിരുന്നു മലയാളി ജീവിതത്തിൻ്റെ അടിത്തറ. മുതിർന്ന തലമുറയെ ആദരിക്കുക എന്നത് നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായിരുന്നു. എന്നാൽ ഇന്ന് മാതാപിതാക്കൾ കഷ്ടപ്പെട്ട് വളർത്തിയ മക്കൾ ഉയർന്ന ജോലിയും ജീവിത സൗകര്യങ്ങളും തേടി വിദേശങ്ങളിലേക്ക് ചേക്കേറുമ്പോൾ ജന്മം നൽകിയവർ സ്വന്തം മണ്ണിൽ അനാഥരാക്കപ്പെടുന്നു. സാമ്പത്തികമായി നാം വളരുമ്പോഴും മാനവികമായി നാം എത്രത്തോളം ദരിദ്രരായിക്കൊണ്ടിരിക്കുന്നു എന്ന വലിയ ചോദ്യമാണ് ഇന്നത്തെ കേരളം നമ്മുടെ മുന്നിലേക്ക് വയ്ക്കുന്നത്. നമ്മുടെ മുൻ തലമുറകൾ ജീവിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അന്ന് സാമ്പത്തികമായ വലിയ സമൃദ്ധിയോ ആഡംബരങ്ങളോ ഉണ്ടായിരുന്നില്ല. എങ്കിലും കൃഷിയും ചെറിയ വരുമാനങ്ങളും കൊണ്ട് ഒരു കൂട്ടം മനുഷ്യർ ഒരേ മേൽക്കൂരയ്ക്ക് കീഴിൽ കഴിഞ്ഞുകൂടി. കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ മുത്തശ്ശനും മുത്തശ്ശിയും അച്ഛനും അമ്മയും മക്കളും ഒന്നിച്ചു ജീവിച്ചു. അവിടെ വിഭവങ്ങൾ പരിമിതമായിരുന്നെങ്കിലും സ്നേഹത്തിന് യാതൊരു കുറവും ഉണ്ടായിരുന്നില്ല. കുട്ടികൾ വളർന്നത് മുതിർന്നവരുടെ കഥകളും അനുഭവങ്ങളും കേട്ടുകൊണ്ടായിരുന്നു. അത് അവരിൽ നന്മയുടെയും സഹാനുഭൂതിയുടെയും വിത്തുകൾ പാകി. അക്കാലത്ത് വാർദ്ധക്യം എന്നത് ഭാരമായിരുന്നില്ല, മറിച്ച് കുടുംബത്തിൻ്റെ തണലായിരുന്നു. ഏതൊരു പ്രതിസന്ധി ഘട്ടത്തിലും വഴിവിളക്കായി നിൽക്കാൻ അനുഭവസമ്പന്നരായ മുതിർന്നവർ ഉണ്ടായിരുന്നു. ഒരു രോഗം വരുമ്പോഴോ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോഴോ പരസ്പരം താങ്ങാവാനും ആശ്വസിപ്പിക്കാനും ഒരു വലിയ മനുഷ്യക്കൂട്ടം ഉണ്ടെന്ന ബോധ്യം അക്കാലത്തെ മനുഷ്യർക്ക് വലിയ മാനസികാരോഗ്യം നൽകിയിരുന്നു. പണത്തേക്കാൾ മനുഷ്യർക്കും ബന്ധങ്ങൾക്കുമായിരുന്നു അന്ന് വില കൽപ്പിച്ചിരുന്നത്. 80കളിലും 90കളിലും ആരംഭിച്ച വലിയ തോതിലുള്ള കുടിയേറ്റം കേരളത്തിൻ്റെ സാമ്പത്തിക ഘടനയെ മാറ്റിമറിച്ചു. ഇന്നത്തെ വാർദ്ധക്യങ്ങൾ അനുഭവിക്കുന്ന ഏകാന്തതയ്ക്ക് പിന്നിൽ വലിയൊരു ത്യാഗത്തിൻ്റെ കഥയുണ്ട്. തങ്ങളുടെ ജീവിതത്തിലെ നല്ല നാളുകൾ മുഴുവൻ മക്കളുടെ വിദ്യാഭ്യാസത്തിനായും അവരുടെ വളർച്ചയ്ക്കായും മാറ്റിവെച്ചവരാണ് ഇന്നത്തെ അച്ഛനമ്മമാർ. സ്വന്തം ആഗ്രഹങ്ങൾ കടിച്ചമർത്തി നല്ല വസ്ത്രങ്ങൾ ധരിക്കാതെ നല്ല ഭക്ഷണം കഴിക്കാതെ കഷ്ടപ്പെട്ട് പണമുണ്ടാക്കി അവർ മക്കളെ ഉന്നത നിലവാരമുള്ള സ്കൂളുകളിലും കോളേജുകളിലും അയച്ചു പഠിപ്പിച്ചു. മക്കൾ ഉയരങ്ങൾ കീഴടക്കുമ്പോൾ സന്തോഷിച്ച ആ മാതാപിതാക്കൾ അറിഞ്ഞിരുന്നില്ല തങ്ങൾ കാത്തുസൂക്ഷിച്ച ഈ നന്മകളൊക്കെ ഒടുവിൽ തങ്ങളെ തന്നെ ഒറ്റപ്പെടുത്താനുള്ള ആയുധങ്ങളായി മാറുമെന്ന്. തങ്ങൾ ചോര നീരാക്കി വളർത്തിയ മക്കൾ തങ്ങളെ ഒരു ബാധ്യതയായി കാണുന്ന അവസ്ഥയേക്കാൾ വലിയൊരു ദുരന്തം ഒരു മാതാപിതാക്കൾക്കും ജീവിതത്തിൽ വരാനില്ല. ഇന്ന് കേരളത്തിൽ ഏത് ഗ്രാമത്തിലൂടെ സഞ്ചരിച്ചാലും നമുക്ക് കാണാൻ സാധിക്കുന്നത് ആരും താമസമില്ലാത്തതുപോലെ കിടക്കുന്ന വലിയ വീടുകളാണ്. ലക്ഷങ്ങളും കോടികളും മുടക്കി പണിതുയർത്തിയ ഈ ആഡംബര സൗധങ്ങളിൽ ഇന്ന് ജീവിക്കുന്നത് പ്രായമായ അച്ഛനും അമ്മയും മാത്രമാണ്, അല്ലെങ്കിൽ അവരിൽ ആരെങ്കിലും ഒരാൾ മാത്രം. ഈ വലിയ വീടുകളുടെ ജനാലപ്പടികളിലൂടെ പുറത്തേക്ക് നോക്കി മക്കളുടെ വിളി വരുമെന്ന് പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്ന വൃദ്ധ മനസ്സുകളുടെ വേദന വാക്കുകൾക്കും അപ്പുറമാണ്. കൂട്ടുകുടുംബങ്ങളിൽ നിന്നും നമ്മൾ അണുകുടുംബങ്ങളിലേക്ക് മാറിയപ്പോൾ നമ്മുടെ ചിന്തകളും വളരെ ഇടുങ്ങിയതായി മാറി. ഞാൻ, എൻ്റെ ഭാര്യ, എൻ്റെ കുട്ടികൾ എന്ന ശുഷ്ക പരിധിക്കുള്ളിലേക്ക് മലയാളി ഒതുങ്ങി. ഈ പുതിയ കുടുംബ വ്യവസ്ഥയിൽ മാതാപിതാക്കൾക്ക് ഒരിടവുമില്ലാതെയായി. വിവാഹം കഴിയുന്നതോടെ മക്കൾ സ്വന്തം മാതാപിതാക്കളെ ഒരു ഭാരമായി അല്ലെങ്കിൽ തങ്ങളുടെ സ്വകാര്യതയ്ക്ക് തടസ്സമായി കാണാൻ തുടങ്ങുന്നു. സ്വാർത്ഥതയും പണത്തോടുള്ള ആർത്തിയും മനുഷ്യബന്ധങ്ങളെക്കാൾ വലുതായി മാറിക്കഴിഞ്ഞു.
നാട്ടിൽ ഇന്ന് വൃദ്ധസദനങ്ങളും വയോജന പരിപാലന കേന്ദ്രങ്ങളും കൂണുപോലെ മുളച്ചു പൊന്തുകയാണ്. പണ്ടൊക്കെ അനാഥരായ ആളുകൾ മാത്രമായിരുന്നു ഇത്തരം കേന്ദ്രങ്ങളിൽ എത്തിയിരുന്നതെങ്കിൽ ഇന്ന് നല്ല നിലയിൽ ജീവിക്കുന്ന ഉയർന്ന ഉദ്യോഗസ്ഥരായ മക്കളുടെ മാതാപിതാക്കളാണ് ഇവിടെയുള്ളവരിൽ ഭൂരിഭാഗവും. എത്ര വലിയ ഉയരങ്ങൾ കീഴടക്കിയാലും ജന്മം നൽകിയ മാതാപിതാക്കളെ മറക്കുന്നവൻ ലോക പരാജയമാണ്. വീടുകൾ വെറും കോൺക്രീറ്റ് കെട്ടിടങ്ങളാകാതെ സ്നേഹവും കാരുണ്യവും നിറഞ്ഞ ഇടങ്ങളായി മാറണം. മാതാപിതാക്കളെ സംരക്ഷിക്കുന്നത് ഒരു കടമയല്ല, മറിച്ച് അത് നമ്മുടെ സംസ്കാരത്തിന്റെ പുണ്യമാണ്. അതെ, വലിയ ആഡംബര വീടുകളല്ല, പരസ്പരം സ്നേഹിക്കുന്ന വലിയ മനസ്സുകളാണ് നമുക്ക് ആവശ്യം. നമ്മുടെ നാട് വീണ്ടും നന്മയുടെയും സ്നേഹത്തിന്റെയും പച്ചപ്പിലേക്ക് മടങ്ങി വരണം എന്നും അതിനായി ഓരോ കുടുംബങ്ങളിൽ നിന്നും മാറ്റങ്ങൾ ആരംഭിക്കണമെന്നുമുള്ള സന്ദേശമാണ് പ്രിയപ്പെട്ട എഴുത്തുകാരൻ കാഞ്ചിയാർ മോഹനൻ നമുക്ക് നൽകുന്നത്. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിക്കുന്നു. മറ്റൊരു പ്രഭാത ചിന്തയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.